ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരികിലേക്ക് ചെല്ലുന്ന സ്നേഹ സച്ചിയോട് ചോദിച്ചു, സച്ചിയേട്ടൻ ചായ കുടിച്ചല്ലോ എന്ന് സച്ചി മറുപടി പറഞ്ഞതും സ്നേഹ ചോദിച്ചു, ഞാനേ നല്ലൊരു ചായ വേറെ ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചതും, വേണ്ട, നിനക്കെന്താ പറയാനുള്ളത്, അത് നീ പറ. ഒന്നുമില്ല, ഞാനൊന്നും പറയാൻ വന്നതല്ല എന്ന് പറഞ്ഞതും, എന്നാ ശരി എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും വായന തുടർന്നു. ഉടനെ അവിടുന്ന് പോകാനൊരുങ്ങിയ സ്നേഹ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് വേഗം സച്ചിയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, സച്ചിയേട്ടാ, അതെ, എന്റെ ഫ്രണ്ട്സും അമ്പിളി ചേച്ചിയൊക്കെ പറയുകയാണേ എന്ന് പറഞ്ഞതും സച്ചി അത് മൈൻഡ് ചെയ്തിരിക്കുന്ന കണ്ട് സ്നേഹ അരികിലേക്ക് ചെന്നിട്ട് കയ്യിലിരുന്ന് അതെടുത്ത് മാറ്റിയിട്ട് ചോദിച്ചു, സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെയുള്ള നമ്മുടെ അമ്പിളി ചേച്ചിയും എന്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു. ഉടനെ തന്നെ ദേഷ്യത്തോടെ സ്നേഹ ചോദിച്ചു, ഞാൻ പറഞ്ഞത് കേട്ടോ? ആ, കേട്ടു. ഇവിടുത്തെ അമ്പിളി ചേച്ചിയും നിന്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അല്ല, വീട്ടിലുള്ള എല്ലാവരും ടൂറ് പോകുന്നുണ്ട്, നീ മാത്രം എന്താ പോകാത്തതെന്ന്. അത് കേട്ട ഉടനെ സച്ചി പറഞ്ഞു, നിനക്ക് പറയാമായിരുന്നല്ലോ അച്ഛനെ നോക്കാൻ വേറെ ആളില്ല എന്ന്. അപ്പോഴേക്കും ഉടനെ സ്നേഹ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു, പക്ഷെ അമ്പിളി ചേച്ചി പറഞ്ഞത് 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അമ്പിളി ചേച്ചി അച്ഛനെ നോക്കിക്കോളാമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടതും ഉടനെ സച്ചി പറഞ്ഞു, ആ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിക്കാം എന്നിങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു സച്ചി ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന പോലെ സംസാരിച്ചു. അത് കേട്ടതോടെ സ്നേഹയുടെ മുഖം ആകെ വാടി. സ്നേഹ ആകെ വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. അല്ല, 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ആമ്പിളി ചേച്ചി നോക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്നേഹ വിഷമത്തോടെ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് സച്ചി ഉടനെ വിളിച്ചു പറഞ്ഞു, 3-4 ദിവസത്തെ ഡ്രസ്സ് മതി കേട്ടോ. അപ്പോഴേക്കും സ്നേഹ ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി. ഉടനെ, എന്താ സച്ചിയുടെ പറഞ്ഞത് എന്ന് സ്നേഹ ചോദിച്ചതും സച്ചി പറഞ്ഞു, അല്ല, നീ വരുന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തെ ഡ്രസ്സ് എടുത്താൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. അത് കേട്ടതും സ്നേഹയ്ക്ക് വലിയ സന്തോഷമായി. സച്ചിയേട്ടാ, ശരിക്കാണോ എന്ന് ചോദിച്ചതും, അതേരി, നീ പോര് എന്ന് സ്നേഹ തന്നോട് ഇത്ര സ്നേഹത്തോടെ ചോദിച്ചത് കേട്ട് സച്ചി തന്റെ കുഞ്ഞനുജത്തിയുടെ ആഗ്രഹം അംഗീകരിച്ചു കൊടുത്തതും സച്ചിയോടുള്ള സന്തോഷം പ്രകടിപ്പിച്ച് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി സ്നേഹ അകത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അനഘ പോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്യുന്നത്. ഉടനെ അവന്തിക പറഞ്ഞു, അതെ, അധിക ദിവസത്തെ ഡ്രസ്സൊന്നും വേണ്ട, ഇവിടുന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ തിരിച്ചു വരാൻ പോകുന്നത് ആകെ വിലാപയാത്രയായിട്ട് സങ്കടത്തോടെ എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു, ചേച്ചി, നമ്മളീ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കുവോ എന്ന് ചോദിച്ചതും, പിന്നില്ലാതെ, നമ്മൾ തീർച്ചയായിട്ടും ഈ ആഗ്രഹിക്കുന്ന കാര്യം നടപ്പിലാക്കിയിരിക്കും. തിരിച്ചു വരുന്നത് വിലാപയാത്രയായിട്ടാണല്ലോ, അകാലത്തിൽ പൊഴിഞ്ഞുപോയ അർച്ചനയുടെ ശവശരീരവുമായി. സത്യത്തിൽ അർച്ചനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണിത്. പാവം അർച്ചനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയും. കാരണം എന്തെന്ന് വെച്ചാൽ, പാവം കുട്ടി ഇത്രയും നാളും നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരെയും എന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പാവം ഇത്രയേറെ തത്രപ്പാടെല്ലാം പെട്ടത്. എന്നാൽ അതൊന്നും ഫലം കാണാതെ, എന്നാൽ ഇത്രയും നാളും അത് ഫലിച്ചു. എന്നാൽ ഇനി എന്നേക്കുമായി ആ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആ ഒരു ശ്രമം എന്നേക്കുമായി ഇല്ലാതാവുകയും പാവം അകാലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവുകയും ചെയ്യേണ്ടി വരുമല്ലോ, പാവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനഘയുടെ മുന്നിൽ അവന്തിക തന്റെ അർച്ചനയോടുള്ള സഹതാപമൊക്കെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അനഘ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവന്തിക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അനഘ അരികിലേക്ക് എത്തി. അല്ല ചേച്ചി, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ പിടിക്കപ്പെടില്ലേ എന്ന് ചോദിച്ചതും അനഘയോട് പറഞ്ഞു, ഒരിക്കലും ഇല്ല മോളെ, നമ്മുടെ ഈ പ്രവൃത്തി ഒരു കാലത്തും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഇതാർക്കും മനസ്സിലാക്കാനും കഴിയില്ല. ഇനി ഈ അവന്തികയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ്. തന്നോട് എതിരിടാൻ ആരുമില്ലാതെ ഈ നെല്ലിശ്ശേരി കുടുംബത്തോടുള്ള എന്റെ ശത്രുത പോക്കൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തിക നിൽക്കുന്നു. അപ്പോഴാണ് ശശി റൂമിലെത്തിയതിനു ശേഷം അർച്ചനയോട് ചോദിച്ചു, അല്ല, നമുക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ബാഗെല്ലാം പാക്ക് ചെയ്തോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ആ, നമ്മുടെ രണ്ടുപേരുടെയും ഓരോ ജോഡി ഡ്രസ്സും, കുടിക്കാൻ ശകലം വെള്ളവും, പിന്നെ സച്ചിയേട്ടന്റെ അത്യാവശ്യ സാധനങ്ങളും, ഇനി സച്ചിയേട്ടന്റെ ആ ലാപ്ടോപ്പും ബാഗും മാത്രം കിട്ടിയാൽ മതി. അത് കേട്ട ഉടനെ സച്ചി ചോദിച്ചു, ഒരു ജോഡി ഡ്രസ്സോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ആ, നമ്മളെ ഡൽഹിക്ക് പോയപ്പോ അങ്ങനെയല്ലേ ബാഗ് പാക്ക് ചെയ്തത്. ഉടനെ സച്ചി ചാടി എഴുന്നേറ്റ് തൊഴുതിട്ട് പറഞ്ഞു, എന്റെ പൊന്നോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എടോ, അന്ന് ഒരു ഒഫീഷ്യൽ ട്രിപ്പിനല്ലേ പോയത്, എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെയല്ലല്ലോ, ഇത് വിനോദയാത്രയല്ലേ, അപ്പോ ഒരു ജോഡി പോരല്ലോ എന്ന് പറഞ്ഞത്. സത്യോ, തന്നെ കൊണ്ട് ഞാൻ തോറ്റു, ഇനിയുള്ള എന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ സംസാരിക്കുമ്പോൾ
അർച്ചന വേഗം സച്ചിയുടെ ഈ മൂക്കിന് പിടിച്ചിട്ട് പറഞ്ഞു, എന്നാലേ എന്റെ പൊന്നു മോനെ അങ്ങനെ അങ്ങ് ആശങ്കപ്പെടണ്ട കേട്ടോ, ദാ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞു സച്ചിയുടെ മൂക്ക് പിടിച്ച് വലിച്ചു കഴിയുമ്പോ സച്ചി ഒന്ന് തുമ്മി. അതിനുശേഷം അർച്ചന ചൂണ്ടിക്കാട്ടി, ദാ അവിടെ നോക്കിക്കേ എന്ന് പറഞ്ഞതും എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗ് സച്ചിയെ കാണിക്കുന്നു. സച്ചി അത് കണ്ടതും അർച്ചന പറഞ്ഞു, നമ്മുടെ 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സും ബാക്കി അത്യാവശ്യ സാധനങ്ങളും എല്ലാം അതിനകത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞതും ഓഹോ, അപ്പോ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് ചോദിച്ചിട്ടും സച്ചിയോട് അർച്ചന പറഞ്ഞു, അതെ, എന്നെ എപ്പോഴും അങ്ങനെ പറ്റിക്കാറാണല്ലോ പതിവ്, അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്ന് പറ്റിച്ചു അത്രമാത്രം എന്ന് പറഞ്ഞ് അർച്ചന ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അർച്ചനയോട് ചോദിച്ചു, അല്ല അർച്ചന വേഗം സച്ചിയോട് ചോദിച്ചു, അല്ല സച്ചിയേട്ടാ, എന്താ പ്ലാനിങ്? നമ്മള് നേരെ അവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നതിന് ശേഷം അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിച്ചതും അർച്ചനയോട് സച്ചി പറഞ്ഞു, പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലടോ, പ്ലാനിങ് ഒന്നും ചെയ്യാതെ പോകുന്ന യാത്രയാണ് നല്ലത്, പ്ലാൻ ചെയ്തിട്ട് പോയാൽ ഒന്നും നടപ്പിലാവില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണും, അതിനുശേഷം എസ്റ്റേറ്റിൽ ചെന്ന് സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ഇനി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് തീരുമാനിക്കും, അതാ നല്ലത് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ശരി, കൊള്ളാം. അല്ല, ഈ നമ്മുടെ ഈ മലമുകളിൽ എസ്റ്റേറ്റ് അത് ഒത്തിരി നാളായോ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്, അങ്ങോട്ട് ഇപ്പൊ ആരും പോകാറില്ലേ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, ഇല്ല, വർഷങ്ങളോളമായി അങ്ങോട്ട് ആരെങ്കിലും പോയിട്ട്. അച്ഛൻ ആദ്യം വാങ്ങിച്ച ഈ വീട് വാങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്നത് ആ എസ്റ്റേറ്റിലായിരുന്നു. അവിടെ ഒത്തിരി ഓർമ്മകളുണ്ട്, എന്റെയും നന്ദേട്ടന്റെയും ഞങ്ങൾ സഹോദരങ്ങളുടെ എല്ലാവരുടെയും അച്ഛന്റെയും അമ്മയുടെയും എല്ലാം ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്നത് ആ എസ്റ്റേറ്റിലാണ്. അത് പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് വല്ലാതെ ഇമോഷണലായി. ഉടനെ അച്ഛനും ഇന്ന് നമ്മുടെ ഈ യാത്രയ്ക്ക് നമ്മളോടൊപ്പം വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും ആ പാവത്തിന്റെ മനസ്സിൽ. എത്ര വയ്യായികയാണെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ ആ വീടിന്റെ ഓർമ്മകൾ, ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴുള്ള ഓർമ്മകൾ അച്ഛനെ വല്ലാതെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ആ പാവം വരാത്തത്. എന്റെ നന്ദേട്ടൻ ഞാനും അവിടുന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് നന്ദേട്ടൻ ഞങ്ങളിൽ നിന്ന് പോയത് എന്ന് പറഞ്ഞ് സച്ചി വല്ലാതെ നന്ദനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. അത് കണ്ടതോടെ അർച്ചന സച്ചിയുടെ ചോദിച്ചു, സച്ചിയേട്ടാ, നന്ദേട്ടൻ ഇപ്പോഴും ഈ ലോകത്തുണ്ടെന്നോ ഇല്ലെന്നോ എന്താ സച്ചിയേട്ടൻ വിശ്വസിക്കുന്നത്? സച്ചിയേട്ടൻ ഇപ്പോഴും നന്ദേട്ടൻ ജീവനോടെ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും സച്ചി പറഞ്ഞു, എങ്ങനെയാ നമ്മൾ അങ്ങനെ ചിന്തിക്കുക? സച്ചി, താൻ പറഞ്ഞതുപോലെ നന്ദേട്ടൻ ഈ ലോകത്തുണ്ടോ ഇല്ലയോ എന്നതിൽ ഇല്ല എന്നുള്ള ആ കാര്യങ്ങളാണല്ലോ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ വിശ്വസിക്കാനായി പ്രേരിപ്പിക്കുന്നതെന്ന് അർച്ചനയോട് സച്ചി വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ഇല്ല സച്ചിയേട്ടാ, എന്റെ മനസ്സ് പറയുന്നു നന്ദേട്ടൻ എവിടെയോ ഉണ്ട് എന്ന്, നന്ദേട്ടൻ മടങ്ങി വരുമെന്ന്. അങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇവിടേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നന്ദേട്ടൻ ഇപ്പോഴുള്ളതെങ്കിലോ എന്ന് സച്ചിയോട് അർച്ചന പറയുമ്പോ സച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി. ചിലപ്പോ ഈ ലോകത്തു നിന്ന് ഏട്ടൻ പോയിട്ടുണ്ടാകും എന്നാണ് അച്ഛനും ഞാനും ഒക്കെ വിശ്വസിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോ അർച്ചന സച്ചിയെ ആശ്വസിപ്പിച്ചത് കേട്ട് സച്ചിയുടെ മനസ്സിലും അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നു. ശരിക്കും അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് നിൽക്കുമ്പോ അർച്ചനയെ സച്ചി നന്ദേട്ടന്റെ ഫോട്ടോ കാണിക്കുന്നു. തന്റെ മൊബൈലിലുള്ള നന്ദേട്ടന്റെ ഫോട്ടോ അർച്ചനയെ കാണിച്ചതും അർച്ചന ആ ഫോട്ടോയെ നോക്കി നന്ദേട്ടൻ എന്ന് വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പറയുന്നു. അതിനുശേഷം അർച്ചനയെയും സച്ചിയും ഒപ്പം തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ആവണി മോളും ആതിരയും മീരയിടത്തിയും ഒപ്പം അനഘയും അവന്തികയും ആതിരയും സന്ദീപും എല്ലാവരും ചേർന്ന് ഒരു ട്രാവലറിൽ അവർ സന്തോഷത്തോടെ ആ യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അവർ പാട്ടൊക്കെ പാടി ഡാൻസ് എല്ലാം ചെയ്ത് വളരെ ആഘോഷപൂർവ്വം ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തു പോകുന്നു. അവസാനം അവിടെ ഒരു റെസ്റ്റോറന്റിലേക്ക് വണ്ടി നിർത്തി. എല്ലാവരും ഫുഡ് കഴിക്കാനായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നേരെ റെസ്റ്റോറന്റിലേക്ക് വന്ന് കയറിയതും എല്ലാവരും അവരുടെ ഇരിപ്പിടത്തിൽ സ്ഥാനം ഉറപ്പിച്ചു. അനഘയുടെ തൊട്ടടുത്ത ചെയറിൽ സന്ദീപും ഇരുന്നു. സന്ദീപിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആതിരയും ചെന്നിരിക്കുന്നു. അർച്ചനയും സച്ചിയും മുഖാമുഖം ഇരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് കഴിയുമ്പോൾ സന്ദീപ് ആതിര തന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് കൊണ്ട് വളരെ പ്രണയത്തോടെ സന്ദീപ് ആതിരയെ തന്നെ നോക്കിയിരുന്നു. ബൈ ചാൻസിൽ അങ്ങനെ അവിടെയെല്ലാം നോക്കിയിരുന്ന അനഘ പെട്ടെന്ന് ആതിരയും സന്ദീപും പരസ്പരം നോക്കുന്ന കാഴ്ച കണ്ടതോടെ അനഘയ്ക്ക് ആകെ സംശയമായി. അനഘ കലിയോടെ ദേഷ്യത്തോടെ പറഞ്ഞു, മനുഷ്യന് വിശന്നിട്ട് വയ്യ, ഇങ്ങനെ പരസ്പരം കണ്ണിൽ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്യ് വെയിറ്റർ എന്നെല്ലാം അനഘ ബഹളം വെക്കുന്നു. അപ്പോഴേക്കും വെയിറ്റർ അവിടേക്ക് എത്തി, മേഡം ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് മെനു കാർഡ് അനഘയ്ക്ക് കൊടുക്കുന്നു. അനഘ അതിലെല്ലാം നോക്കിയിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്യേ എന്ന് പറഞ്ഞ് ആ മെനു കാർഡ് ആതിരയുടെയും സന്ദീപിന്റെ എല്ലാം മുന്നിലേക്കായി എടുത്തു വെച്ചു. അതിനുശേഷം സച്ചിയും അർച്ചനയും കൂടി ആ മെനു കാർഡ് വാങ്ങിച്ചു. ഈ സമയത്ത് അവന്തിക ദേഷ്യത്തോടെ എന്താ വേണ്ടത് എന്ന്
ഓർഡർ ചെയ്യാതെ അനഘ ഇരിക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, ഒരു മിനിറ്റ് ഇപ്പൊ പറയാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് ആതിര തന്നെ മൊബൈലിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് ആതിരയെ കാലിലിട്ട് ഒരു ചവിട്ട് കൊടുത്തു. സന്ദീപ് ആതിരയ്ക്കിട്ട് ചവിട്ടിയത് കണ്ട് ആതിര തിരിച്ചും സന്ദീപിന്റെ കാലിനിട്ട് ഒരു തട്ട് കൊടുത്തു. അതിനുശേഷം ആതിര തന്റെ കാല് മാറ്റി വെക്കുമ്പോൾ ഈ സമയത്ത് സന്ദീപ് വീണ്ടും ആതിരയുടെ കാലിനിട്ട് ഒരു തട്ട് കൊടുക്കുന്നു. അപ്പോഴേക്കും അവിടെ സന്ദീപ് തട്ടിയിട്ടും ആതിരയുടെ മുഖത്ത് യാതൊരു റിയാക്ഷനും കാണുന്നില്ല. അവസാനം സന്ദീപ് വേഗം ബലത്തിൽ ഒരാഞ്ഞൊരു ചവിട്ട് കൊടുത്തു. പക്ഷെ അത് കൃത്യമായി കിട്ടിയത് മീരയുടെ കാലിനിട്ടും. മീര നിലവിളിച്ചിട്ട് നേരെ നോക്കുമ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന അനഘ ഒന്നും അറിയാത്തതുപോലെ മൊബൈലിൽ അങ്ങനെ നോക്കിയിരുന്നു. അനഘ അപ്പോഴേക്കും അനഘയാണ് തന്നെ ചവിട്ടിയെന്ന് മനസ്സിലാക്കിയ തെറ്റിദ്ധാരണയിൽ മീര വേഗം അനഘയുടെ കാലിനിട്ട് ചവിട്ടി. അനഘ അപ്പോഴേക്കും തൊട്ടടുത്തിരിക്കുന്ന ആവണിമോളെ നോക്കി ആവണിമോളുടെ കാലിനിട്ട് ചവിട്ടുന്നു. ആവണിമോൾ ഞെട്ടലോടെ എന്താ ആന്റി എന്ന് ചോദിച്ചതും അനഘ പറഞ്ഞു, നീ എന്തിനാടി എന്റെ കാലെ ചവിട്ടിയത്? അപ്പോഴേക്കും അനഘയോട് ആവണിമോള് പറഞ്ഞു, ഞാൻ ചവിട്ടിയില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ചവിട്ടിയത്? അപ്പോഴേക്കും അനഘ ദേഷ്യപ്പെടും, മിണ്ടി പോരുത്, നീ എനിക്കിട്ട് ചവിട്ട് വന്നിട്ട് നിനക്കറിയില്ലല്ലേ എന്ന് ചോദിച്ച് ബഹളം വെക്കുന്നു. അവസാനം അവന്തിക ചോദിച്ചു, എന്താ എന്താ അവിടെ? അപ്പോഴേക്കും അനഘ പറഞ്ഞു, ഏയ് ഒന്നുമില്ല ചേച്ചി. ഉടനെ തന്നെ എല്ലാവർക്കും വേണ്ട ഫുഡ് എന്താണെന്ന് അവർ ഓർഡർ ചെയ്യുന്നു. ഈ സമയത്ത് മീരയും ആവണിമോളും വീട്ടിൽ നിന്ന് ആതിരയും വീട്ടിൽ നിന്ന് പോയതിന്റെ വിഷമത്തിലിരിക്കുകയാണ് ദയാനന്ദ മാഷും കമലെടുത്തിയും. ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, കമലെ, ഇവിടുന്ന് മീരയും ആവണിമോളും പോയതുകൊണ്ട് ആതിരയും എല്ലാം പോയതുകൊണ്ട് വീടാകെ ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു, ശരിയാ മാഷെ, സത്യത്തിൽ വീട്ടിലുണ്ടെങ്കിൽ ബഹളമാണെങ്കിലും മീരയും കൊച്ചു ഇല്ലെങ്കിൽ വീടാകെ ഉറങ്ങിയതുപോലെയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്ന് നിന്നത്. കാറ് കണ്ടതോടെ പരിചയമുള്ളതുപോലെ അവർക്ക് തോന്നിയതും വേഗം അവർ എഴുന്നേറ്റപ്പോ കാറിൽ നിന്ന് അജയന്റെ അച്ഛനും അമ്മയും ഇറങ്ങി. അവര് വന്ന് അകത്തേക്ക് കയറി വന്ന് സ്റ്റെപ്പിൽ അവിടെ വന്ന് ചോദിച്ചു, ഞങ്ങൾ അകത്തേക്ക് കയറി വന്നോട്ടെ എന്ന് അജയന്റെ അമ്മ ചോദിച്ചതും അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കമലെടുത്തിയെ ക്ഷണിച്ചു. അങ്ങനെ അവരെ അകത്തേക്ക് കയറാൻ അനുവദിച്ചതും അവര് അകത്തേക്ക് വന്നതും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ഒരു ധൃതിയും എടുത്തുചാട്ടവുമായി പോയി. സത്യത്തിൽ അന്ന് തെറ്റ് സംഭവിച്ചത് ഞങ്ങളുടെ ഭാഗത്തായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോ അത് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളോട് മാപ്പ് പറയാനായിട്ട് ഞാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അക്കാര്യം സംസാരിക്കാനായി ഇവളുടെ ആങ്ങള ജനാർദ്ദൻ അളിയൻ വരാത്തത്. ഞങ്ങൾ തനിയെ വന്നതെന്നും അയാൾ അറിയിച്ചു. ഞങ്ങളിപ്പോ വന്നത് അജയന്റെയും ആതിരയുടെയും വിവാഹം നമുക്ക് ഒന്നുകൂടി ആലോചിച്ചാലോ എന്ന് ചോദിക്കാനാണ്. വിവാഹം നടത്താനായുള്ള ആഗ്രഹം, ആ ഒരു ആവശ്യം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞതും ഉടനെ ദയാനന്ദ മാഷും കമലയെടുത്തിയും പരസ്പരം നോക്കി. എന്നിട്ട് ദയാനന്ദ മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളുടെ മകൻ അനൂപാണ്. അവനാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ഇതിനൊരു തീരുമാനം പറയാനും കഴിയൂ. അതുകൊണ്ട് അവനോട് ചോദിക്കാതെ ഞങ്ങൾക്കിനിയൊന്നും പറയാനാവില്ല എന്ന് ദയാനന്ദ മാഷ് അറിയിച്ചു. അപ്പോഴേക്കും ആലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് അജയന്റെ അച്ഛൻ പറയുമ്പോ ബൈക്ക് വരുന്ന ശബ്ദം അവർ കേട്ടു. ദാ അനൂപ് വന്നെന്നാ തോന്നുന്നത് എന്ന് ദയാനന്ദ മാഷ് പറഞ്ഞു. പുറത്ത് കാറ് കിടക്കുന്ന കണ്ടതോടെ അനൂപിന് ആകെ സംശയമായി. ആരായിരിക്കുമെന്ന് സംശയത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് അനൂപ് കയറി വരുമ്പോഴാണ് അകത്തിരിക്കുന്ന അജയന്റെ അച്ഛനെയും അമ്മയെയും കണ്ടത്. അനൂപ് അവിടേക്ക് വന്നതും അവർ വേഗം ചാടി എഴുന്നേറ്റു. അനൂപ് ആകെ ദേഷ്യത്തോടെ അകത്തേക്ക് പോകാനൊരുങ്ങിയതും ദയാനന്ദ മാഷ് പറഞ്ഞു, എടാ മോനെ, ഇവര് വന്നിരിക്കുന്നത് അജയന്റെയും ആതിരയുടെയും വിവാഹക്കാരെ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു, അച്ഛൻ എന്തിനാ എന്നിട്ട് എന്താ പറയാഞ്ഞത്? വിവാഹം നടത്താൻ താല്പര്യമില്ലെന്ന്, ആ ഒരു ആലോചന ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന്. ഇനി എങ്ങനെ ഒരു ആലോചനയെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്ന പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛന്റെ അമ്മ പറഞ്ഞു, അന്ന് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞതും അനൂപ് ചോദിച്ചു, അല്ല നിങ്ങളുടെ ആങ്ങളെ എവിടെ? അജയന്റെ അമ്മാവൻ, അയാൾ ഇവിടെ വന്ന് എന്തൊക്കെയാ പറഞ്ഞത്? വിവാഹത്തിന് വന്ന അന്ന് തന്നെ ആ വൃത്തികെട്ടവനെ ഇവിടുന്ന് അടിച്ചു ഞാൻ ഇറക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് പിന്നീട് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് അയാൾ എന്തെല്ലാം അവിടെ വിളിച്ചു പറഞ്ഞത്? ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ ഇതെല്ലാം വിളിച്ചു പറഞ്ഞത്? നിങ്ങളിപ്പോ വന്നത് ആതിരയോടുള്ള സ്നേഹക്കൂടുതലുണ്ടോ ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ത്രീധനം അതെങ്ങനെയും ഞങ്ങൾ തരുമെന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെയാണ്. മാത്രവുമല്ല, നിങ്ങളുടെ ആങ്ങളെ പറഞ്ഞല്ലോ എന്റെ ആതിരമോൾക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യം നൽകുമെന്ന്. നിങ്ങൾ ആരും സ്വാതന്ത്ര്യം കൊടുക്കണ്ട. അവൾക്ക് ഇഷ്ടം പോലെയുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവളെ കുറിച്ച് ഞങ്ങൾ ഒത്തിരി സ്വപ്നം കണ്ടാണ്. നിങ്ങൾ എന്റെ അനുജത്തെ വിവാഹം കഴിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ അമ്മയെ നോക്കാനും കിടപ്പിലായ നിങ്ങളുടെ അമ്മയെ നോക്കാനും വീട്ടിലുള്ള പശുവിനെയും കിടാങ്ങൾക്കുമൊക്കെ വെള്ളവും വൈക്കോലും ഒക്കെ കൊടുക്കാനും അല്ലെ? അതിനൊക്കെ എന്റെ ആതിരയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്.
നിങ്ങൾക്ക് കൂലി കൊടുത്ത് ഒരാളെ നിർത്തി ഇതൊക്കെ ചെയ്യിച്ചാ പോരെ? അല്ല നിങ്ങൾക്ക് പിന്നെ എന്താ ജോലി? വെറുതെ കൊച്ചമ്മ ചമഞ്ഞ് വീട്ടിൽ അങ്ങനെ ഇരിക്കാനോ? അല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടല്ലോ, അജയന്റെ പെങ്ങളെ. അവൾ ഇതുപോലെയാണോ ചെയ്യുന്നത്? വീട്ടിൽ ചെന്ന് അവിടെയുള്ള ആടിനെയും കോഴിയെയും ഒക്കെ നോക്കാനുള്ള ജോലിയാണോ അവൾക്ക് കൊടുക്കുന്നത്? അല്ല എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കാ എന്ന് പറഞ്ഞതും ദയാനന്ദ മാഷ് പറഞ്ഞു, എടാ മോനെ അനൂപേ, നമ്മുടെ വീട്ടിൽ കയറി വന്നവരോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് പറഞ്ഞതും ഉടനെ അനൂപ് പറഞ്ഞു, അച്ഛാ സത്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതൊന്നും ആദ്യം എനിക്ക് മനസ്സിലായില്ല. എന്റെ പെങ്ങന്മാര് എന്നോട് പറഞ്ഞപ്പോഴാ എനിക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലായത്. അങ്ങനെ ഒരു വീട്ടുവേലക്കാരിയാക്കി മാറ്റാനല്ല നമ്മുടെ മോളെ നമ്മൾ വളർത്തിയത്. അവൾക്ക് ആവശ്യത്തിനേറെ സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശവും അവളെ കണ്ട് അല്ലെങ്കിൽ അവളെ കുറിച്ച് ഓർത്ത് പല സ്വപ്നങ്ങളും നമ്മളും കണ്ടതാണ്. അതുകൊണ്ട് ഇനി ഈ ആലോചനയുമായി ഇവിടേക്ക് വന്നു പോകരുത്. ഇപ്പോ ഇവരെ ഈ വീട്ടിൽ കയറ്റിയത് തന്നെ തെറ്റായിപ്പോയി. ഇവരിവിടേക്ക് വന്നതും ആ നിമിഷം ഇവരെ അടിച്ചിറക്കേണ്ടതായിരുന്നു. പിന്നെയും വീട്ടിലിവിടെ ഇരിക്കാനായി ഇവരെ അനുവദിച്ചത് അത് നമ്മുടെ മര്യാദ എന്ന് പറഞ്ഞിട്ടും ഉടനെ അജയന്റെ അച്ഛൻ പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ പെങ്ങളെ അല്ലാതെ വേറെ നല്ല പെണ്ണിനെ എന്റെ മോന് കിട്ടാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടതും ഉടനെ അജയന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ബഹളം വെച്ചതും അനൂപ് പറഞ്ഞു, താൻ ആരോടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കണം? തന്റെ കുടുംബത്തെയും അന്ന് എന്നോട് അടിച്ചിറക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ അജയന്റെ അമ്മ അജയന്റെ അച്ഛനെ പിടിച്ചു വലിച്ചു. വാ മനുഷ്യ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും നിനക്ക് ഞാൻ കാണിച്ചു തരടാ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതും അനൂപ് പറഞ്ഞു, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ അജയന്റെ അമ്മ അജയന്റെ അച്ഛനെ പിടിച്ചു വലിച്ചവിടുന്ന് നേരെ കൂട്ടിക്കൊണ്ടുപോയി. അനൂപ് അപ്പോഴേക്കും അമ്മയും അച്ഛനും തന്നെ പിടിച്ചു നിർത്തിയത് കണ്ട് വിട് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അനൂപ് തന്റെ റൂമിലേക്കും പോകുന്നു. ഈ സമയത്ത് സച്ചിയും മറ്റെല്ലാവരും അവരുടെ ആ മലമുകൾ എസ്റ്റേറ്റിലേക്ക് എത്തി. അവിടെ വന്നതും ആവണി മോള് വേഗം ഓടിയെത്തി അവിടുത്തെ ആ ബെഞ്ചിലേക്ക് വന്ന് ചാടിക്കയറി വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ആർപ്പ് വിളിക്കുന്നു.